വെൽക്കം ടു കോയ കോളിംഗ്. യെസ്, അതെ, നമ്മുടെ വിശ്വാസികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഷോ കോയ കോളിംഗ്. ഹലോ ഹലോ സാർ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. പറയൂ. കേൾക്കുമ്പോൾ അമ്മക്കാരോ എന്താ സുഖല്ലേ? സുഖം. ആരാണ് വിളിക്കുന്ന? പേര്? കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോണു. പേര് ഞാൻ അറിയാണ്ട നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ലേ, പിന്നെ ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ എന്നെ വേറെ മാറ്റി. ഒന്നുകൂടി ഞാൻ പറഞ്ഞോ പേര്. നിങ്ങള് ട്രെയിനിൽ ട്രോളിന ആളെ പേരാണ് എന്റെ പേര്, അതുകൊണ്ട് പറയാൻ കുറച്ച് മടി. മുഹമ്മദ് എന്നാണ് പേര്. ഓക്കെ, പറഞ്ഞോളൂ. എന്താണ് കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? എന്താ എക്സ് മുസ്ലിം ആണോ നിങ്ങള്? എന്താ പറയാ, എല്ലാരും ജന്മം കൊണ്ട് ഭൂമിയുടെ മക്കളല്ലേ, എന്തേ ഓരോരുത്തർക്ക് ഓരോ വിശ്വാസങ്ങളല്ലേ. എന്താ പറയാ, കാൽപ്പനികമായ സാധനങ്ങളൊക്കെ വിടും, നമ്മൾ റിയാലിറ്റിയിലേക്ക് വരും. ചോദിച്ചതിന് നമ്മൾ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഉത്തരം പറയും. നിങ്ങൾ എക്സ് മുസ്ലിം ആണോ വിശ്വാസിയാണോ? ഞാനൊരു എക്സ് മുസ്ലിമാണ്. എക്സ് മുസ്ലിം ആണ്. ഓക്കെ. എത്ര കാലമായിട്ട്? ഞാന് സത്യം പറഞ്ഞാൽ എനിക്കിപ്പോ ഒരു 21 വയസ്സായിട്ടുള്ളൂ. ഞാൻ എന്റെ ഒരു 15-16 വയസ്സ് മുതലേ എനിക്ക് ഇത് കാര്യങ്ങളെ കുറിച്ച് വെളിപാട് വന്ന് തിരിച്ചറിവ് എന്നുള്ള ഒരു ബോധം ഉണ്ടല്ലോ. അങ്ങനെ അതെങ്ങനെ വന്നു, സംഭവിച്ചു? ഞാൻ 10 കൊല്ലം മദ്രസ പഠിച്ച. 10 കൊല്ലം? 10 കൊല്ലം. പക്ഷെ 10 വർഷം എന്റെ വേസ്റ്റായി. ശരി. അങ്ങനെയാണ് കാര്യങ്ങൾ. വലിയ കാര്യമൊന്നുമില്ല. ഞാന് 10 കൊല്ലം പഠിച്ചെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ വലിയൊരു ബിസിനസ്സാണ് നടക്കണേ. ഇൽമോ ഇത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ഒരു ബിസിനസ്സാ. അപ്പൊ പള്ളിയിലും എടുക്കണായാലും മദ്രസയിലും എടുക്കണായാലും അമ്പലത്തിനും എടുക്കണായാലും എല്ലാം ഒരു ബിസിനസ്സാ. അങ്ങനെ തന്നെയല്ലേ ഇന്നത്തെ കാലത്ത്. പണ്ടുണ്ടായിരുന്നോ എന്താ അറിയില്ല, പക്ഷെ ഇന്നത്തെ കാലത്ത് എല്ലാം ഒരു ബിസിനസ്സാ. പക്ഷെ മദ്രസയിൽ ദുൽമ നടക്കുന്നില്ലേ? ദുൽമ എടുക്കുന്നുണ്ട്, കൊറേ എടുക്കുന്നുണ്ട്. എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പൊ പോക്സോ കേസിൽ അധികം പെടുന്നത് ഉസ്താദ്മാരും പള്ളിയിലച്ചന്മാരും തന്നെ. നമ്മളെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വല്ലതും നേരിടേണ്ടി വന്നോ? നമ്മക്കും അങ്ങനെ കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കല്ലോ. നമ്മളെ സൊസൈറ്റിന്റെ കാര്യം അങ്ങനല്ലേ. അതല്ല, ഉസ്താദുമാരുടെ പീഡനം വല്ലതും ഉണ്ടായോന്ന്? ഉണ്ട്. അയ്യോ, അത് ഓർക്കുമ്പോഴേ പേടി വരും. രാവിലെ പോയാൽ തന്നെ അയാളെ തൊള്ളയെല്ലാം കേൾക്കണ അടി പിടിയാണ്. പിടിയുണ്ടോ? അങ്ങനെ പറയുമ്പോ നിങ്ങൾ പറഞ്ഞ സാങ്കല്പികമായിട്ട് പറഞ്ഞെന്നുള്ളൂ. സാങ്കല്പികം വേണ്ട. സ്കൂളിൽ അങ്ങനെ നമ്മളെ മദർസയിൽ അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഒരു മറ്റേ മൂപ്പര് വേണ്ടാത്ത രീതിയിൽ തൊടയിലൊക്കെ കഴിച്ചു അങ്ങനൊക്കെ. എന്നിട്ട് എന്ത് ചെയ്തു നാട്ടുകാര്? നാട്ടുകാരല്ല, അത് നമ്മളെ ഉള്ളിൽ തന്നെ പുറത്തു വരേണ്ടാത്ത രീതിയിൽ അത് ഒതുക്കി. മഹലൊതുക്കി. അതെന്താ സാറേ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങള് ജ്ഞാനം കൊണ്ട് ഒരു ഉസ്താദാണ്. എനിക്ക് ജ്ഞാനമുള്ള ആളുകളെ വളരെ ആണ് റെഡി. എനിക്ക് അറിവുള്ള ആളുകൾ എനിക്ക് എപ്പോഴും ഒരു ബഹുമാനാണ്. ഞാൻ അങ്ങനെ ബഹുമാനിക്കുന്ന ഒരാളാണ് നിങ്ങള്. ശരി. നിങ്ങൾ പറഞ്ഞിരുത്തുന്ന റിയാലിറ്റി എന്താണ് അത് അക്സെപ്റ്റ് ചെയ്യാനാണ് എനിക്കും താല്പര്യം. നമ്മള് വെറുതെ കഥകൾക്കും പഴഞ്ചൊല്ലുകൾക്കും പിറകെ പോയിട്ട് കാര്യമില്ലല്ലോ. തീർച്ചയായിട്ടും അതാണ്. എല്ലാവർക്കും മനസ്സിലാവാറുണ്ട്, പക്ഷെ മനസ്സിലാവാത്ത മാതിരി നിൽക്കുന്ന ആളുകളും ഉണ്ട്. അങ്ങനെ ആണായി അല്ലേ? അതെ, തീർച്ചയായിട്ടും മനസ്സിലാകണമല്ലോ. അതിനാണല്ലോ നമ്മൾ ശ്രമിക്കുന്നത്. സാർ എനിക്ക് എന്താ പറയാനുള്ളത്, ഇപ്പൊ കാലഘട്ടം ഒരുപാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഞാനിപ്പോ ഒരു ജെൻസി കാറ്റഗറിയാ. ഇപ്പൊ എന്റെ ജനറേഷൻ എന്ന് പറഞ്ഞ ജെൻസിയാണ്. എനിക്കറിയാലോ നമ്മളെ പ്രായത്തിലുള്ള കുട്ടികളുടെ ഇടയിൽ പേരിലോ ഉള്ളൂ ഈ ദീന്, പക്ഷെ അത് നടത്തത്തിലോ പെരുമാറ്റത്തിലോ പ്രവർത്തനത്തിലോ ചിന്തയിലോ ഇല്ലേ. എന്റെ ഒരു ഡൗട്ടാണ് ഇപ്പോ, അതായത് ഇപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളുടെ പ്രായത്തിലായിരുന്ന സമയത്ത് ഈ മതപരമായ കാര്യങ്ങൾ ചോദ്യം ചെയ്യുക, അതിലിപ്പോ ആരെങ്കിലും ഒരാൾ നിർബന്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതങ്ങ് അനുസരിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരുന്നു നമുക്കൊക്കെ കൂടുതൽ. പക്ഷെ നിങ്ങൾക്കതല്ലല്ലോ കാണുന്നത്. നിങ്ങൾ ഒരു സാധനം ഒരാൾ നിർബന്ധിക്കുന്ന കണ്ട ഉടനെ അതിനെ റിവോൾട്ട് ചെയ്യുന്ന പോലെയാണ്. മീൻസ് നിങ്ങൾ അതിനെ ചലഞ്ച് ചെയ്ത് അത്രയ്ക്കായോ? നമുക്ക് ആ ചോദ്യം ചെയ്യണം എന്നാണ് താല്പര്യം. എങ്ങനെ എന്താണോ കാര്യം അത് തിരിച്ചറിയണ്ട നമ്മള്. പണ്ടത്തെ നിങ്ങൾ പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉപ്പമാരെ വല്യപ്പമാരൊക്കെ കണ്ണു വെച്ചാൽ തന്നെ മക്കള് പേടിക്കും. ഇന്നിപ്പോ അങ്ങനെയല്ല, വാപ്പാര് പിടിച്ചടിക്കും മക്കള്. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ അതായത് ഇപ്പൊ നിങ്ങളടുത്ത് വന്നിട്ട് മര്യാദക്ക് അത് ചെയ്യടാന്ന് പറഞ്ഞാൽ അത് പറ്റൂല എന്നാണോ നിങ്ങൾ പറയാ? അത് നടക്കൂല. അങ്ങനെയാണോ? അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഒന്ന് റിവോൾട്ട് ചെയ്യും. അത്രക്കായോ? എന്നാ പിന്നെ നോക്കാണ്. അങ്ങനെയാണ്. അപ്പൊ നിസ്കരിക്കടാന്ന് ഒരു 10 തവണ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിസ്കരിക്കൂല? അല്ല, നമ്മളോട് എന്ത് ചെയ്യരുത് പറയുന്നു അങ്ങനത്തെ കാര്യങ്ങളേക്ക് നമ്മൾ കൂടുതൽ ചെയ്യാം. എന്ത് ചെയ്യണം എന്ന് പറയുന്നു ആ കാര്യങ്ങൾ ചെയ്യില്ല.
ആണ്. ഓക്കെ. അപ്പൊ മനുഷ്യര് ജീവിതത്തിൽ തെറ്റ് ശരിയൊന്നുമല്ല. അത് നമ്മളൊരു 30 ഒരു 25 വയസ്സിന് മേലേക്ക് ആകുമ്പോൾ നമ്മളൊരു ഒന്ന് അച്ചടക്കം എന്നുള്ള രീതിയിലേക്ക് പോകുള്ളൂ. അതുവരെ എല്ലാരും ആ ഒരു ചെറുപ്പത്തിൽ പെൺകുട്ടികളെ കാര്യങ്ങൾ എനിക്കറിയില്ല, ആൺകുട്ടികൾ പൊതുവെ അങ്ങനെ ആയിരിക്കും എന്നാണ് നമ്മുടെ വിശ്വാസം. കാരണം നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നുണ്ട്, അറിയണ്ടല്ലോ. അതെ അതെ. എന്തായാലും ഒരു ജെൻസിയുടെ ഉള്ളിൽ ഈ മതനിരാസം എങ്ങനെയാണ് വർക്ക്ഔട്ട് ചെയ്യുന്നത്? അല്ല ജെൻസിക്ക് ഞാൻ ഇപ്പൊ കണ്ടതിൽ ഏറ്റവും കൂടുതൽ മതമായിട്ടൊരു ടച്ച് ഇല്ലാത്തൊരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ ജെൻസി ആയിരിക്കും. ഇപ്പൊ നമ്മളെ മുമ്പുള്ള ജെൻഎക്സ് ആയാലും മിനിമൽസ് ആയാലും ഓലൊക്കെ എന്ന് പറഞ്ഞാൽ കൂടുതലും ഭയങ്കര ദീനുള്ള ആളുകളായിരിക്കും അല്ലേ? അതെ. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങൾക്ക് ആണ്. ഇപ്പൊ നമ്മള് തൊലിമാണ്. ഇപ്പൊ പുതിയ ജനറേഷൻ ഉണ്ടല്ലോ ബീറ്റ. എനിക്കതാ പറയാനുള്ളത്. ഇനിയിപ്പോ ബീറ്റ് കഴിഞ്ഞാൽ അടുത്ത ആൽഫ വരും. അങ്ങനെ അടുത്ത ജനറേഷൻ കഴിഞ്ഞ ഒരു 100 കൊല്ലത്തിനിടയിൽ മതങ്ങളെ ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളെ ശരിക്കും ജെൻസി കോയാന്നല്ല വിളിക്കേണ്ടത്, നിങ്ങളെ ജെൻ ലുൽമ് കോയാന്ന് വിളിക്കണം. അയ്യേ, ഞാൻ പഠിച്ചെന്ന് വെച്ച് കഴിഞ്ഞാല് അല്ല മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാല് മനുഷ്യർക്ക് ഒരു ഉപദ്രവം ഇല്ലാത്ത രീതിയിൽ നമ്മളെ കൊണ്ട് എന്താണ് ചെയ്യാൻ കഴിയുന്ന ഉപകാരം അത് ചെയ്തിട്ട് മുമ്പോട്ട് പോവാ. ഈ ദൈവത്തിലും അതിലോ നിൽക്കുന്ന ഇങ്ങനെ പറഞ്ഞു പിടിച്ച് കാര്യങ്ങൾ നിൽക്കാന്ന് കഴിഞ്ഞാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ അല്ലേ? ഇന്നിപ്പോ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളും കൊല്ലതായ്മകളും കൊലപാതകങ്ങളും അടിപിടികളും യുദ്ധങ്ങളും എല്ലാം നടക്കുന്ന മതത്തിന്റെ പേരില്ല. ഈ വളരെ വെറുപ്പുള്ളൊരു കാര്യമാണ്. ഈ പറയുമ്പോ എന്റെ ശബ്ദം ഇടറി പോകും. അച്ഛൻ പറഞ്ഞാൽ എനിക്ക് ഭയങ്കര വിഷമമായി. ഈ ലോകത്ത് ചുറ്റോടെ നടക്കാൻ അങ്ങനെ അറിയുമ്പോഴേ. നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് മുന്നേ ഇനിയിപ്പോ നമ്മളല്ലേ, നിങ്ങളുടെ മില്ലേനിയൽസ് അല്ലേ നമ്മളൊക്കെ, നമ്മളായിരിക്കും നിങ്ങളുടെ നേതാക്കളായിട്ടൊക്കെ വരും. അപ്പൊ നിങ്ങൾ കൂടെ ഉണ്ടായാൽ മതി, നമ്മളേറ്റു. അത്രേ ഉള്ളൂ. പക്ഷെ എന്താ ജെൻസിയത്തെ പിള്ളേര് പൊതുവെ പൊട്ടിത്തെറിയാണ്. പക്ഷെ നിങ്ങളുള്ള കുറച്ച് ആളുകൾക്ക് കുറച്ച് അറിവുകളുണ്ട്. അത് പിന്നെ മേഖലകളുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ജീവിതത്തിലുള്ള ദുരനുഭവങ്ങളാണ് നിങ്ങൾ ഇതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറക്കിയത്. അതേപോലെ തന്നെ എന്റെ ജീവിതത്തിലെ ചുറ്റുപാടുകളാണ് ഞാൻ ഇതിനെ കുറിച്ച് പഠിക്കാനും ഇതിനെ കുറിച്ച് റിസർച്ച് ചെയ്യാനും അറിവ് നേടാനും ഞാൻ താല്പര്യപ്പെട്ട്. എല്ലാവരും ചട്ടക്കൂടിയിലായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഭയമാണ് മനുഷ്യനെ ഏറ്റവും കൂടുതൽ നിയന്ത്രിക്കുന്ന ഒരു കാര്യം. ഭയം കഴിഞ്ഞാലാണ് രണ്ടാമതായ മതം നിയന്ത്രിക്കാൻ കഴിയുള്ളൂ. പക്ഷെ മതത്തിൽ ചില ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ ഏതൊരു പ്രവർത്തനം ചെറുപ്പത്തിൽ ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുന്ന നേരം നമുക്ക് തെറ്റ് ശരികൾ പറഞ്ഞു തരാൻ ആരും ഉണ്ടാവില്ല. നമ്മള് ചിന്തിക്കൂല്ല, നമ്മള് പ്രവർത്തനത്തിൽ അറിയൂല അല്ലേ? പക്ഷെ അവിടുന്ന് വളർച്ച വരുമ്പോഴായിരിക്കും നമ്മളോട് അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ആവണം, അങ്ങനെ ആവണം എന്നൊക്കെയാണ്. പക്ഷെ എന്റെ ഫാമിലി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ലിബറൽ ആയിട്ടുള്ള ഫാമിലിയാണ്. ഒരു സ്വാതന്ത്ര്യം ഉണ്ട് എന്റെ ഫാമിലിയിൽ. പക്ഷെ എന്റെ ഉമ്മന്റെ വീട് മലപ്പുറം. അപ്പൊ മലപ്പുറത്ത് പോകുമ്പോ നമുക്ക് അറിയാം അവിടെ ഫുള്ള് ഭയങ്കര ദീനുള്ള ആളുകളായിരിക്കും. ഞാൻ അതാണ് നോക്കണേ. മതത്തിൽ എനിക്ക് ഏറ്റവും എതിർക്കാനുള്ള കാര്യം മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ വെറുക്കാം. ഇപ്പൊ നമ്മുടെ ഒരു മാരേജിന്റെ കാര്യമായാലും ബാക്കിയുള്ള ബന്ധങ്ങളായാലും ആദ്യമായാലും ഇപ്പൊ ഒരാൾ പരിചയപ്പെടുമ്പോ തന്നെ പേരാ ചോദിക്കുക. ആ പേരെന്തിനാ ചോദിക്കണേ? അവൻ ആരാന്ന് അറിയാനാ അല്ലേ? ഇനിയിപ്പോ ഓനെ വിലയിരുത്തണം എന്നുണ്ടെങ്കിൽ അടുത്ത ചോദിക്കും എന്താ ചെയ്യണേന്നാ അല്ലേ? എന്ത് ചെയ്യണോ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് തന്നെ മാന്യത. അതങ്ങനെ തന്നെ അല്ലേ? ഇപ്പൊ നിങ്ങളെ ഡോക്ടർ ആയിരിക്കും എല്ലാരും വിളിക്കുക. അപ്പൊ ആ ഡോക്ടർ എന്ന് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് ഒരു പദവിയാണ്. അതെ, അത് എന്ത് ഡോക്ടറാന്ന് ചോദിക്കും. എന്ത് ഡോക്ടറാന്ന് അടുത്ത ചോദ്യം. അപ്പൊ ഞാൻ പറയും ഹോമിയോ ഡോക്ടറാ എന്ന് പറയും. അല്ല അതില്ലേ, അത് അടുത്ത ലെവലിലേക്കുള്ള ആളുകളുള്ളൂ. ഞാൻ പറഞ്ഞ സാധാരണക്കാര് കാര്യം ഞാൻ പറഞ്ഞത്. അതെ അതെ. പക്ഷെ നിങ്ങൾ ഉദ്ദേശിക്കുമ്പോ നിങ്ങളാ ഉദ്ദേശിച്ച സാധനം പറയല് ഇങ്ങോട്ടൊന്ന് നിങ്ങളോടൊന്ന് നേരക്ക് നിക്കാൻ കഴിയുന്ന ആളുകളേക്ക് ഇങ്ങോട്ട് അങ്ങനെ ചോദിക്കാം. ബാക്കിയുള്ള എല്ലാവർക്കും ഡോക്ടർ പറഞ്ഞ ഡോക്ടറായിരിക്കും. എന്റെ വിഷമം മനസ്സിലാക്കിയ ആദ്യത്തെ ജെൻസിയാണ് താങ്കൾ. എനിക്ക് സന്തോഷമായി. എല്ലാരും മനസ്സിലാക്കണ്ടെന്ന് അരിക്ക. പക്ഷെ എല്ലാവർക്കും എന്താ ഉള്ളിൽ ഒതുക്കി വെച്ചിക്ക. ഞാൻ തന്നെ സത്യം പറഞ്ഞ എന്റെ ഉള്ളിൽ ഭയങ്കര ഭയനും ഫിയർ ഓഫ് ലോസ് എന്ന് പറയും. എങ്ങനെ ഇനിയിപ്പോ ഞാൻ അതിന് വേർതിരിഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പോ ഞാൻ നരകത്തിലാവോ, എന്നെ തീ കൊണ്ടേടോ, അപ്പൊ അങ്ങനെ സീനാക്കിയിട്ട് ഇങ്ങനെ സീനാവോ, അങ്ങനെ കണ്ണു പോവോ കൈ പോവോന്നൊക്കെ ഏനും. പക്ഷെ നമ്മക്ക് നമ്മളെ അറിവ് പ്രായം കൂടുന്തോറല്ലേ നമ്മക്ക് അറിവുകൾ നേടി വരാം. എനിക്ക് ഞാനൊക്കെ നമ്മളെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഭാഗ്യം ചെന്ന ജനറേഷനാ. ഏറ്റവും ഭാഗ്യം ചെന്ന ജനറേഷനാ നമ്മളൊരു ജനറേഷൻ. അത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാനൊക്കെ ഈ ലോകത്തിനെ കുറിച്ച് അറിയുന്ന ഇന്റർനെറ്റിലൂടെ. ഇന്റർനെറ്റിന്റെ വിപ്ലവം തുടങ്ങുന്ന ജിയോയിലൂടെ, മുകേഷ് അംബാനിന്റെ സമയത്തല്ലേ? ആ സമയത്താണെന്നുണ്ടെങ്കിലും എനിക്ക് ഇതേമാതിരി തന്നെ ഇന്റർനെറ്റ് ആക്സസിബിൾ ചെയ്യുന്നു. അതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ് ഇപ്പോ. കാരണം നമുക്ക് അറിയാൻ സാധിച്ചു കാര്യങ്ങൾ എങ്ങനെയാണുള്ളത്. ഞാൻ ഇപ്പൊ സയൻസിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യണത്. കാരണം കഴിഞ്ഞാല് ഇപ്പൊ എന്ത് കാര്യങ്ങളായാലും ഒരാൾ പറഞ്ഞു തരുന്ന കഥകൾ നമുക്ക് യുക്തിരമായിരിക്കില്ല.
ഞാനൊരു കാര്യം സാന്ദർഭികമായിട്ട് ചോദിക്കുകയാണ്. ഇപ്പോ നമ്മുടെ അബ്ദുള്ള ബാസിലിനൊക്കെ അറിയോ? അറിയോ? ഞാനില്ലേ ഫേസ് ഐഡന്റിഫിക്കേഷൻ ആണല്ലോ പൊതുവെ. ഞാനിങ്ങനെ കുറെ ആളുകളെ കുറിച്ച് അറിയുന്നതിനെ കൊണ്ട് പേരുകളിൽ ഞാൻ അധികം വലിയ അത് കൊടുക്കലില്ല. ഓക്കെ, ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമ്മളുടെ അൺമാസ്കിംഗ് അനോമലീസ് എന്നൊക്കെ പറയുന്ന ചാനൽ അറിയോ? അത് കാണാറുണ്ടോ? ഞാൻ നിങ്ങളെ എല്ലാരും വീഡിയോസും ഒരു സെക്കൻഡ്. അപ്പൊ അതിനകത്തുള്ള ആളുകൾ അവരും ഈ പറയുന്ന നിങ്ങളുടെ ജനറേഷൻ തന്നെയല്ലേ? അപ്പോ അവരെങ്ങനെയാണ് ഇതിലേക്കൊക്കെ എത്തുന്നത്? അപ്പോ നിങ്ങളുടെ ചുറ്റുപാടുള്ള നിങ്ങളുടെ കൂട്ടുകെട്ടിലൊക്കെ ഉള്ള ആളുകൾ ഈ പറയുന്ന ആളുകളുടെ വലയിൽ പെട്ടു പോകുന്നുണ്ടാവില്ലേ? അതെങ്ങനെയാ അപ്പൊ അതിനെ കാണുന്നത്? നിങ്ങളെ ഏത് രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്? മതത്തിന്റെ മതം കൂടുതൽ പഠിപ്പിക്കുന്നത് അങ്ങനെ ഈ മതം പഠിപ്പിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മനുഷ്യരുടെ തന്നെയുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. എന്താണ്? ഭൂമിയിൽ വെച്ച് ചെയ്യുന്ന തെറ്റ് അതല്ല. ഞാൻ എന്റെ ഒരു അറിവില് എന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ മതം ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ചില അതിരുകളോടെ പക്ഷെ അതിര് വിട്ടുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഉണ്ടല്ലോ, ഞാൻ ചരിത്രം പഠിക്കാൻ തുടങ്ങിയപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇവര് ഈ പറയുന്ന ഖുർആൻ ഉണ്ടായിട്ട് ഒരു 1500 വർഷമായിട്ടുണ്ടാവുള്ളൂ അല്ലേ? അതെന്ന് പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന ഒരാളുടെ ആശയങ്ങളാണ്. ആശയങ്ങളും ഇഷ്ടങ്ങളും അതിർപ്പങ്ങളും അങ്ങനെ തന്നെയല്ലേ? പിന്നെ മൂപ്പര് കൂട്ടുകക്ഷികളും ഘടകകക്ഷികളും മന്ത്രിസഭയുള്ള ആളുകൾ ഓൾക്ക് ഇഷ്ടമുള്ള പോലെ. ഇപ്പൊ അതിന് മുമ്പ് ചരിത്രം ഉണ്ട് ഇല്ലേ? അങ്ങനെ നോക്കാന്നിട്ടെങ്കിൽ നമുക്ക് ഈജിപ്തിലേക്ക് നോക്കാം. പിരമിഡ് ഉണ്ടായത് 4000-4500 വർഷങ്ങൾക്ക് മുമ്പാ. അപ്പൊ അവർക്കും അവരുടേതായിട്ടുള്ള ദൈവങ്ങളും അവരായിരുന്നു അവരുടെ ദൈവം അല്ലേ? പക്ഷെ അങ്ങനെയായിരുന്നു. പക്ഷെ അതിനും മുമ്പോട്ട് നോക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഹിന്ദുസ് വാലി സിവിലൈസേഷൻ ആയാലും മായൻസിന്റെ കാര്യങ്ങളായാലും അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ കഴിയും. മായൻസിന്റെ ഒരു ഹിസ്റ്ററി എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 7500-8000 വർഷങ്ങൾ പഴക്കം കിട്ടും. എവിഡൻസ് ആണ് പ്രൂഫ്. അല്ലാണ്ട് നമുക്ക് തോന്നിയ മാതിരി അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. എവിഡൻസ് ഉണ്ടോ അതാണ് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കേണ്ടത് അല്ലേ? ഈ ജൻ പൊളിയാണല്ലോ. എല്ലാം ഞങ്ങളോട് പറഞ്ഞില്ലേ? ഞങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങളെ മൈൻഡ് തന്നെ ഇരിക്കൂ. ഭയങ്കര ക്യൂരിയസ് ഈ കാര്യത്തില്. ഇതെന്താണ് ഇവരൊക്കെ കാര്യങ്ങൾ. പക്ഷെ നമ്മളില്ലേ നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾ എല്ലാം തുറന്നു പറയുന്നുണ്ട് പബ്ലിക്കായിട്ട്. നിങ്ങൾക്ക് അതിനൊരു മടിയില്ലാത്ത ആളാണ്. പക്ഷെ ഇല്ലേ ഇന്നത്തെ കാലത്ത് നമ്മളെ ഈ നാട്ടിൽ അങ്ങനെ പറഞ്ഞൊരു അടി കിട്ടുമെന്നാണ് ഞാൻ പറയുന്നത്. ഇതുവരെ അടി കിട്ടിയിട്ടില്ലല്ലോ. നിങ്ങൾക്ക് അത് ഞാൻ വേറൊരു കാര്യം, നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതേമാതിരി തന്നെ സമൂഹത്തിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും ഒറ്റപ്പെടുത്തലുകളോ ഇല്ലെങ്കിൽ പരിഹാസോ അല്ലാന്നുണ്ടെങ്കിൽ അടിയോ അല്ല അങ്ങനെ എന്തെങ്കിലും രീതിയിൽ അനുഭവപ്പെട്ടിനോ? പരിഹാസം നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങൾ ആരെയും കയ്യേറ്റം ചെയ്യാൻ ഭീഷണിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇവിടെ പോലീസും പട്ടാളമൊക്കെ ഉണ്ടല്ലോ, അവര് കൈകാര്യം ചെയ്തു. പിന്നെ ഒറ്റപ്പെടൽ അത് പിന്നെ നമ്മള് പണ്ടേ ഒറ്റയ്ക്കാണ്. എനിക്ക് മനസ്സിലായി കാര്യം. മതത്തിന് ഇറക്കുമ്പോഴുണ്ടല്ലോ കൂടുതൽ ആളുകൾ നമ്മളെ ഒറ്റപ്പെടുത്തും. പക്ഷെ നമ്മളെ ഒറ്റപ്പെടുത്താത്ത ഒരേ ഒരു കാര്യം നമ്മളെ കുടുംബമായിരിക്കും. അവരന്ന് നമ്മളെ കൂടെ ഉണ്ടാവും. നമ്മളെന്തൊക്കെ ആശയങ്ങൾ അവരാണ് നമ്മളെ ഒരു അംഗീകരിക്കുന്ന ആളുകള്. പക്ഷെ അവരാണ് നിങ്ങളെ കാര്യത്തില് ഞാൻ അറിഞ്ഞ നിങ്ങളെ എല്ലാ വീഡിയോസും ഞാൻ കാണലുണ്ട്. അതിൽ ഞാൻ അറിഞ്ഞ നിങ്ങളെ കുടുംബങ്ങൾ ഒറ്റപ്പെടുത്തിയതാണ്. പക്ഷെ എനിക്ക് നിങ്ങളെ ആശയങ്ങളുടെ പേരിലാണോ അല്ലെങ്കിൽ നിങ്ങളെ പ്രവർത്തനത്തിന്റെ പേരിലാണോ അല്ലെങ്കിൽ വ്യക്തിപരമായ വേറെ എന്തെങ്കിലും കാര്യങ്ങളാണോ എന്ന് എനിക്ക് അറിയില്ല. ആശയങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് പ്രശ്നമായത്. അതായത് ആശയം തെറ്റാണെന്ന് നമ്മൾ പറയാൻ തുടങ്ങിയപ്പോ ഞാനും ആലോചിച്ചത്. കാരണം എന്താ, ഈ പൊട്ടന്മാര് പറയുന്നതന്നെ പറഞ്ഞോണ്ടേ നിൽക്കൂ. കാരണം ഇവരില്ലാത്തൊരു കാര്യം നമുക്ക് തെളിയിക്കാൻ കഴിയില്ലല്ലോ ആരിഫ്ക. അപ്പൊ നമ്മളില്ലാത്ത കാര്യത്തിന് പുറകെ കുറെ ഓടിയിട്ട് കാര്യമുണ്ടോ? കാരണം അംഗീകരിക്കാന്നിട്ട് എല്ലാം അംഗീകരിക്കപ്പെടേണ്ടി വരും. അംഗീകരിക്കപ്പെടില്ല ഒന്നും അംഗീകരിക്കപ്പെടരുത്. അങ്ങനെ തന്നെയല്ലേ? അപ്പൊ ഇത് മാത്രം ശരിയാന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ പൊട്ടന്മാരാവില്ലേ? അതാണ് ഞാനും നോക്കണത്. പക്ഷെ എല്ലാരും പറയുന്ന ഓൾഡാണ് ശരിയെന്നുള്ള. പക്ഷെ ഇതിലൊരു ശരിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. കാരണം ഇവർക്ക് ആർക്കും ഒന്നും അറിയൂല. ഇവര് വെറുതെ പറയാ ഓരോരോ കഥകള്. ഇതിന്റെ പിന്നിലുള്ള യാഥാർത്ഥ്യം എല്ലാരും തിരിച്ചറിയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഓരോ മോട്ടേക്കന്നെ തുപ്പു. ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ ഈ സുഹൃത്ത് വലയത്തിൽ നിങ്ങൾക്ക് ഇതുപോലുള്ള ആശയങ്ങൾ പങ്കുവെക്കാനൊക്കെ ഉള്ള ആളുകളുണ്ടോ? ഇല്ല. എന്താ പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളില് ഭയമാണ്. പക്ഷെ ഒരു ഉള്ളിൽ ഇങ്ങനെയാണ്. അതങ്ങനെയല്ല. അതല്ല, ഉള്ളിൽ ഇങ്ങനെയാണ്. അല്ല നമ്മള് സമൂഹ സോഷ്യൽ ആനിമൽസ് അല്ലേ? നമ്മളൊരു ആനിമൽ. ഇപ്പോഴും ഞാനിപ്പോ പറയുന്നുണ്ട്, ഞാനിപ്പോ ഇന്നെ തന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ഞാനൊരു ആനിമൽ ആയിട്ടല്ല. എന്നാലും ഞാനൊരു ഈ പ്രകൃതിയിൽ അല്ലേ? പക്ഷെ മനുഷ്യൻ എന്തോ ഒരു സംഭവമാണ്. ഞമ്മക്ക് എന്തോ എക്സ്ട്രാ ഒരു കഴിവുണ്ട്. നമ്മള് വേറെ എന്തിനോ ആണ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് നമ്മൾ ഈ മതങ്ങളിലേക്കും ദൈവങ്ങളിലേക്കും അങ്ങനെ ഒരു ഇതിലേക്ക് വരുന്നേ അല്ലേ?
ഇപ്പൊ മുസ്ലിംസിൽ തന്നെ ആയാലും നിങ്ങൾ തന്നെ നോക്കി എത്ര കാറ്റഗറി. അള്ളാഹു ഒന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൻ അതേ ഒന്നേ ഉണ്ടാവുള്ളൂ അല്ലേ. ഇതിപ്പോ അഡിഡാസി നൈക്ക് കമ്പനി മാതിരിയായിപ്പോ മൊത്തത്തില് സൽഫി ഇവിടെ, മുജാഹിദ് ഇവിടെ, സുന്നി ഇവിടെ, അൽഷിറ അങ്ങനെ കുറെ തെബ്ലീഗ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലേ. ഓല് പറയുന്ന ഓല ശരി, വലിയ പറഞ്ഞു വില ശരി, വലിയ പറയുന്ന വില ശരി. എല്ലാരും ആശയങ്ങളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം. അപ്പൊ ഇനി ഹിന്ദുസത്തിലായാലും ബുദ്ധിസത്തിലായാലും ജൈനസത്തിലായാലും എല്ലാം ഹിന്ദു എന്ന് പറയുന്ന ഒരു സമൂഹമാണല്ലോ. അതന്നെ നിങ്ങൾക്ക് അറിയാലോ. ഓരോരുത്തരും ഓരോ കാഴ്ചപ്പാടുകളാണ്. ഓരോ നമ്മളില്ലേ ചെറുപ്പം മുതലേ കണ്ട് കേട്ട് അറിഞ്ഞ കാര്യങ്ങൾ നമ്മളെ ബ്രെയിനിൽ ഒരു കോഡായി അവിടെ പ്രവർത്തിക്കും അല്ലേ. അത് നമുക്കൊരു ഉപബോധമാണ്. പക്ഷെ അതിന് നമ്മൾ തീരുമാനങ്ങൾ മാറ്റാൻ നമ്മളെ മനസ്സത്ര പെട്ടെന്ന് സമ്മതിക്കില്ല. ഇപ്പോഴും ചില ആളുകൾ വിചാരിക്കുന്ന മനസ്സെന്നുള്ളൊരു അവയവം ഉണ്ടെന്നാ. മനസ്സെന്ന് പറഞ്ഞൊരു അവയവം ഇല്ല, നമ്മളെ തലച്ചോറിന്റെ ഒരു ഭാഗമാണ് മനസ്സെന്നുള്ള ചിന്തകൾ, ആശയം അല്ലേ, ചിന്തയുടെ ഭാഗമാണ്. അതാണ്. പക്ഷെ ഇത് അറിയാത്ത ആളുകൾ മനസ്സുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നത്. പണ്ടിപ്പോ ഞാൻ പറഞ്ഞില്ലേ ഈജിപ്തിലെ കാര്യം തന്നെ പറഞ്ഞില്ലേ, ഓല് തലച്ചോറ് ഒഴിവാക്കി ഹൃദയം അവിടെ വെച്ച്. ഓലെ വിചാരം ഹൃദയാണ് മനുഷ്യ അല്ലാന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ട് ചിന്തിക്കണം പ്രവർത്തിക്കണം എന്നുള്ളൊരു ആശയം ഓൾക്ക്. അതാണ് ഖുർആനിലുള്ളത് അല്ലേ. നിങ്ങൾ തന്നെ നോക്കി ഇസ്ലാം മതം ഇപ്പൊ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പൊ മൂപ്പര് അന്ന് യുദ്ധം തുടങ്ങിയല്ലോ മുഹമ്മദ് നബി. ഒരു ലോകം കീഴടക്കാൻ വേണ്ടി ഇന്ന് എന്തൊക്കെയാ അവസ്ഥ, ശാസ്ത്രത്തിന്റെ പുരോഗതി എന്തൊക്കെ. ശാസ്ത്രം എന്നുള്ള ഒരു മേഖല ഉണ്ടാവോ, അതിന് വളരാൻ കഴിയോ? അതാണ് ഞാൻ ചോദിക്കാറുള്ളത്. മൊത്തം ശാസ്ത്രത്തിന്റെ ഇതല്ലേ, സംഭാവന അല്ലേ, നിങ്ങൾ തന്നെ നോക്കി. അതാണ് ഇനിയിപ്പോ ഇതിനെ എതിർക്കുന്ന ആളുകളും ആ സംഭാവനയിൽ നക്കി കുടിച്ചിട്ടാ പോണ കാര്യങ്ങൾ. എന്നിട്ട് ഓല് പറയുന്നത് ഇതൊക്കെ ഓല് തന്നാണ്, എന്റെ ആളാണ്, നമ്മൾ ഈ ടീമാണ്. ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു ഗ്യാപ്പ് തരൂ. പറഞ്ഞോളി. പറഞ്ഞോളി. അതായത് ഇപ്പൊ ചോദിച്ചല്ലോ, ലോകം മുഴുവൻ മുസ്ലിങ്ങളായിരുന്നു എന്ന് വിചാരിക്കാം. ഈ മുസ്ലിങ്ങളും കുരങ്ങന്മാരും തമ്മിൽ മനുഷ്യനും കുരങ്ങന്മാരും തമ്മിൽ വല്ല വ്യത്യാസം ഉണ്ടാവും? സത്യം പറഞ്ഞാൽ ആരിക്കാ, നമ്മൾ എല്ലാ ഭൂമിയിലുള്ള എല്ലാ ജീവനും ഒന്നാണ് ഞാൻ കരുതണം. അതെ, ഞാൻ ചോദിക്കുന്നത് അത് കാൽപ്പനികത നമ്മൾ മാറ്റിവെക്കാം. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ കുരങ്ങനും മനുഷ്യനും ഒരു പൊതു പൂർവികൻ ഉണ്ടെന്നാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ലോകം മുഴുവൻ മുസ്ലിങ്ങളാണെന്ന് വിചാരിക്കാം. പക്ഷെ അതാണ് ഞാൻ വേറെ ഒരു കാര്യം ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കട്ടെ. ഈ എല്ലാരും വിചാരം എന്താ, ഈ ഫോട്ടോ കാണുമ്പോ ഉണ്ടല്ലോ കുരങ്ങനാണ് മനുഷ്യനായി മാറിയെന്നുള്ള ഒരു കോൺസെപ്റ്റാ വലിക്ക്. പക്ഷെ ഇവർക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ എന്താന്നുള്ളത് അല്ലേ. ഇവരെന്താ പറയുന്നേ, ഇസ്ലാമിൽ എന്താ പറയുന്നേ, അള്ളാഹു സമ്പൂർണമായും സമ്പുഷ്ടമായും എല്ലാം പൂർണ്ണതയോടുകൂടി അവന്റെ മാത്രമായ സൃഷ്ടിയാണ് മനുഷ്യൻ അവര് പ്രതിപാദിക്കണേ. മണ്ണ് വെച്ചുണ്ടാക്കിന്നൊക്കെ പറയാം. അതവിടെക്കട്ടെ, പാർട്ടിക്കിൾസ് എന്തോ ആവാലോ അല്ലേ. ഇപ്പൊ നമ്മള് കാർബൺ ബേസ് ആയിട്ടുള്ള ആനിമൽസ് അല്ലേ. ഇനിയിപ്പോ പല പ്രപഞ്ചം അങ്ങനെ പെട്ടെന്ന് ചുറ്റിപ്പടന്ന് കിടക്കല്ലേ. എവിടൊക്കെ ജീവനുണ്ടെന്നാ ഈ ഭൂമിയിൽ നമ്മളുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സ്ഥലത്ത് ഏതൊക്കെ ടീം ഉണ്ടാവും നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആണ് ചിലപ്പോ സൂക്ഷ്മാണുക്കളായിരിക്കും, നമുക്ക് എത്ര 10 കോടി വർഷം മുമ്പുള്ള കാര്യങ്ങൾ പോലെ ആയിരിക്കും. ചിലപ്പോ ദിനോസറക്കാട്ടി വലുപ്പം ഉണ്ടാവും, ചിലപ്പോ മനുഷ്യരെക്കാട്ടി ചെറുതായിരിക്കും. എല്ലൊരു ജീവനാണല്ലേ. ഏതായാലും സൗരത്തിൽ തന്നെ വേറെ ജീവനുണ്ടല്ലോ. ശുക്രന്റെ ഒരു സാറ്റലൈറ്റ് ഉണ്ട് അതിന്റെ ടൈറ്റനെറ്റ് അതിന്റെ പേര് അല്ലേ. അതിന്റെ അടിയിൽ നമ്മളെ ഭൂമിയിലുള്ള തന്നെ ഒരു കടലുണ്ട്, അതിന്റെ മഞ്ഞ ഭൂമി അതിന്റെ അടിയിലാന്നുള്ളൂ. വെള്ളാണ് ജീവന്റെ ഉത്ഭവം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ തന്നെയാണ് ഞാൻ കരുതണത് അല്ലേ. അപ്പോ ജലം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ജീവന്റെ സാധ്യത 1% നമുക്ക് കണക്കാക്കാം. 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടിയിൽ 1% എടുത്തു കഴിഞ്ഞാൽ 1 കോടിയിൽ 1% ഉണ്ടല്ലോ. അങ്ങനെ തന്നെയല്ലേ ആയിരിക്കാം. ഇപ്പൊ ആ 1%ത്തിൽ 1% ആണല്ലോ നമ്മള്. അതുകൊണ്ടല്ലേ നമ്മൾക്ക് ഇത് പറയാൻ കഴിയണേ. ഇത്രയും 100 നമുക്ക് പറയാൻ കഴിയണ എന്താ, നമ്മളതിനുള്ള എക്സാമ്പിൾസ്, നമ്മളാണ് അതിനുള്ള തെളിവുകള് അല്ലേ. ആണ്. പക്ഷെ ഇതൊന്നും അറിയില്ല. കാരണം എന്താ പറയുക, കൂടുതൽ ചിന്തിക്കാൻ എല്ലാവർക്കും മടിയാണ്. നമ്മളെ ബ്രെയിനിന്റെ ഒരു ഫങ്ഷൻ തന്നെ അത് നമുക്ക് ഇവല്യൂഷനിൽ കിട്ടിയ കാര്യം തന്നെയാണ്. നമ്മള് ശരീരത്തിലെ ഏറ്റവും കൂടുതൽ എനർജി യൂസ് ചെയ്യുന്ന ബ്രെയിൻ അല്ലേ. അപ്പൊ ബ്രെയിൻ തന്നെ വിചാരിക്കും ഏറ്റവും എളുപ്പമുള്ള വഴികളേക്ക് ആദ്യം തിരഞ്ഞെടുക്കാം. അപ്പൊ അങ്ങനെ ഓരോരുത്തർ തിരഞ്ഞെടുത്ത വഴികളേക്ക് ഓരോരുത്തർ ആശയങ്ങളും ചിന്തകളും അങ്ങനെ തന്നെയല്ലേ. ഒരു 30 സെക്കൻഡ് തരുമോ? ഒരു കാര്യം പറയാനാ. അതായത് ഇപ്പൊ ഈ പറയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ രീതിയിൽ വളരെ ഭാവനാത്മകമായിട്ട് ചിന്തിക്കാനുള്ള ഒരു സാഹചര്യം വീട്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വീട്ടിലെ അവസ്ഥ എന്താണ്?
വീട്ടിലെ അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അവരുടെ വിശ്വാസം ചെയ്തോട്ടെ എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ എനിക്ക്. എന്റെ അച്ഛന്റെ ആയാലും അമ്മന്റെ ആയാലും ആശയം അറിയാം. ഞാൻ പ്രകടിപ്പിക്കാറുണ്ട് കാര്യങ്ങൾ. എന്നോട് പള്ളി പോകുമ്പോ ഞാൻ പച്ചക്ക് ഞാൻ പറഞ്ഞു, ഞാൻ 4 കൊല്ലം ഈ പള്ളിയിൽ പോയിട്ട് എന്നെ കൊണ്ട് പോകാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്ത് പറഞ്ഞു ഫാദർ? വാപ്പി ഇതേമാതിരി തന്നെ ഒരു മൂടാണ്, അതുകൊണ്ട് വാപ്പക്കും ചോദ്യം ചെയ്യാൻ കഴിയില്ല. അതാണ് അതാ ഞാൻ ചോദിച്ചത്. ഫാദർ പണ്ട് എങ്ങനെയാണോ? മറ്റേ ഞാൻ ചോദിക്കില്ലേ നിങ്ങളെന്താ ചെയ്യാത്ത എന്നോട് ചെയ്യാൻ പറയണാണ്. അങ്ങനെ ഫാദർ പണ്ട് എങ്ങനെയാണ്? ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും. പക്ഷെ ഇതാണ് ഇപ്പൊ ഞാൻ അങ്ങോട്ട് തന്നെ പറഞ്ഞ കേട്ടില്ലേ, ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു ചെയ്യുന്ന സിറ്റുവേഷൻ ഇല്ലാന്നുണ്ടെ നമുക്കൊരു എന്തോ ഒരു ഇത് വരില്ലേ. അപ്പൊ എന്റെ നാട്ടിൽ നിന്നായാലും ആരെ നാട്ടിൽ നിന്നായാലും അയ്യോ അള്ളാന്നൊക്കെ വരുള്ളൂ എന്നൊക്കെ വരൂ. അത് സ്വാഭാവികമായിട്ട് ഞാൻ കരുതണേ. കാരണം ഞാനിത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടു എന്റെ ബ്രെയിനിൽ ഫീഡായ കാര്യം അള്ളാന്നുള്ളത്. അതെപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരൂ. അത് ഞാൻ എത്രയൊക്കെ മാറ്റാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ മാറൂലേ. അതാണ് ഇപ്പൊ എന്നെ വിളിച്ചപ്പോ ആദ്യം സലാം പറഞ്ഞു പോയത് അറിയാതെ. അതാണ് ഞാൻ ആദ്യം പറഞ്ഞു പോയത്. ഓക്കെ, എന്താ പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ? പേര് ഞാൻ പറഞ്ഞില്ലേ, മുഹമ്മദ് എന്നാണ്. മുഹമ്മദ്. അതിന്റെ വാലിലേക്ക് വേറെ ഉണ്ട്. അത് അതിനേക്കാളും കുഴപ്പം പിടിച്ചാണോ? ആരിഫ, നിങ്ങൾ ചിന്തിക്കുന്ന എന്താണ്, നമുക്ക് നിങ്ങൾ ഈ ഭൂമിയിലുള്ള ആൾക്കാരെ കാര്യത്തിലൂടെ ഓലെന്തേ കാട്ടിക്കോട്ടെ, ഓലോട് പറഞ്ഞിട്ടും കാര്യമില്ല പറയാണ്ടും കാര്യമില്ല. ഇപ്പൊ ഈ ഒരു ഭൂമിയിലൊരു വംശനാശം എല്ലാന്നുണ്ട് ഒരു ഭീഷണി ഭൂമിക്ക് വന്നു കഴിഞ്ഞാല് എല്ലാരും ഇപ്പൊ എന്ത് ചെയ്യും? തല കുത്തനെ നിക്കൂലേ? പള്ളിയിൽ പോയി ഖുർആൻ ഓതിയിട്ടോ അമ്പലത്തിൽ പോയി മണി അടിച്ചിട്ടോ കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. നമ്മൾ ശാസ്ത്രത്തിനെ തന്നെ വിശ്വസിക്കണോ? ശാസ്ത്രത്തിനും പുരോഗതിക്ക് നമ്മളൊരു പങ്ക് നമ്മൾ വഹിക്കണോ? വേണ്ടേ? അതാണ്. അപ്പൊ ഞാൻ അങ്ങോട്ട് കൂടുതൽ പറയുന്നത് സയന്റിഫിക് ആയിട്ടുള്ള നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അറിവുകൾ നിങ്ങൾക്ക് പകരാൻ കഴിയാന്നുണ്ടെങ്കിൽ അതും ഒരു ഉപകാരമായിരിക്കും. നമ്മൾ ഓരോട് ചിലക്കാൻ നിന്നാൽ എപ്പോഴും അത് അംഗീകരിക്കില്ല. ഞാൻ അങ്ങോട്ട് പറയും, നിങ്ങൾ ഇനി മരിച്ചു കഴിഞ്ഞാലും ഇനിയിപ്പോ നിങ്ങളെ പോലെ ഇനിയിപ്പോ ഒരു 10 നൂറ്റാണ്ട് കഴിഞ്ഞു കഴിഞ്ഞാലും ഇതേ കാര്യങ്ങൾ പല ആളുകൾ പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അത് കാരണം 100 ആൾക്ക് 100 മൈൻഡാണല്ലോ. ആർക്കും ഒരാളെ മൈൻഡ് നിയന്ത്രിക്കാൻ കഴിയില്ല. അതൊക്കെ ഫിക്ഷനാണ് അല്ലേ? അങ്ങനെ തന്നെ അല്ലേ? പക്ഷെ ആശയങ്ങൾ സ്വാധീനിക്കാൻ കഴിയും തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന പോലെ. അതൊരു നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കൂടുതലും നല്ല സയന്റിഫിക് ആയിട്ടുള്ള നോളജ് നമ്മൾക്ക് നിങ്ങളെ പ്രേക്ഷകരായിട്ട് ആളുകളുണ്ട്, ഓർക്ക് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കണം. കാരണം നിങ്ങൾ നല്ലൊരു വിദ്യാഭ്യാസവും കാര്യങ്ങളുള്ള ആളാണ്, നിങ്ങൾക്ക് നല്ല അറിവുണ്ട്. അത് നിങ്ങൾ ക്യൂരിയസ് തന്നെ. നിങ്ങളിപ്പോ ഇനി നിങ്ങളെയും കൊണ്ടുവച്ചാൽ ആ ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ അല്ലേ, സയന്റിഫിക് ടെമ്പർ, അത് നിങ്ങൾ എല്ലാവരെയും ഉണർത്താൻ വേണ്ടിട്ട് നമ്മളെ ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങൾ, ഈ ഭൂമിയിലത്തെ കാര്യങ്ങളൊക്കെ വിട്ടാല് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ആൾക്കാരെങ്കിലും ഒന്ന് അറിയണ്ടേ? തീർച്ചയായിട്ടും അല്ലേ? ഇപ്പൊ നിങ്ങളെ ആശയപ്രകടനം നടത്തുന്ന ആളുകളോട് നിങ്ങളൊരു ചോദ്യം ഭൂമിയിലുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ തന്നെ അവർക്ക് അറിയില്ല. അവർക്ക് നക്ഷത്രങ്ങൾ ഏതാ ഗ്രഹങ്ങൾ ഏതാന്ന് വരെ അറിയാത്ത ടീംസാണ്. മോനിപ്പോ എന്താ പഠിക്കണേ? ഞാനിപ്പോ ഡിഗ്രി സെക്കൻഡ് ഇയർ. സബ്ജക്ട് നമ്മളെ വിദ്യാഭ്യാസത്തിൽ നമ്മളെ ഈ കോളേജ് +2 SLC എന്നുള്ള ഒരു വിദ്യാഭ്യാസത്തിൽ ഒരു കാര്യമില്ല. അല്ല, ഞാൻ പഠിക്കുന്നതും തമ്മിൽ ഒരു കാര്യമില്ല. ഞാൻ കൂടുതലായിട്ട് നമ്മൾ സോഷ്യലി ഞാൻ ഇന്ററാക്ട് ചെയ്തിട്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളും പഠിക്കണേ. നമ്മൾ ഈ സ്കൂളിലുള്ള കാര്യങ്ങളിലൊന്നും ഒരു കാര്യമില്ല എന്നാണ് ഞാൻ കരുതണത്. ഞാൻ സെക്കൻഡ് ഇയർ ഞാൻ ഡ്രോപ്പ് ഔട്ട് ആണ്. ഞാൻ ഉള്ള പോലെ ഞാൻ പറയും, ഡ്രോപ്പ് ചെയ്ത വന്ന ആളാ ഞാൻ. എന്നിട്ട് ഇപ്പൊ എന്താ ജോലി എടുക്കാണോ? അല്ല, എനിക്ക് ഒരാളെ കീഴിൽ നിൽക്കാനുള്ള താല്പര്യം എനിക്കില്ല. ഞാനാണ് എന്റെ ബോസ് എന്നുള്ളൊരു മൂഡാണ് എനിക്ക്. അപ്പൊ സ്വന്തമായിട്ട് ബിസിനസ്സാ? ബിസിനസ്സാണ് ചെറുങ്ങനെ. ആയിക്കോട്ടെ, എന്തായാലും ഓൾ ദി ബെസ്റ്റ്. നല്ല രീതിയിൽ മുന്നോട്ട് വരട്ടെ, ചിന്തകൾ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോവുക. ഓക്കെ, എന്തായാലും വളരെ സന്തോഷം സംസാരിക്കാൻ കഴിഞ്ഞാൽ. എനിക്ക് പിറക്കാതെ പോയ എന്റെ കൊച്ചനിയൻ, അതാണ് എനിക്ക് തോന്നിയത്. അല്ല, നിങ്ങൾക്ക് എന്താ പറയാ വിശ്വാസികളോടല്ല, നിങ്ങളെ വിശ്വസിക്കുന്ന ആളുകളോട്. എന്നിൽ ആരും വിശ്വസിക്കണമെന്ന് ഞാൻ പറയാറില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന പോലെ നിങ്ങൾ സ്വയം ചിന്തിക്കാനുള്ള വഴികളാക്കി മാറ്റാനുള്ളതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു കാര്യം പറയുന്നത് അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്ന് നമ്മൾ എവിടെയും പറയാറില്ല. ഓക്കെ, അപ്പൊ അതന്നെ നമ്മൾ പറയാറുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ആ ഒരു ഫയർ കീപ്പ് ചെയ്യാം. ഇതിങ്ങനെ ഒരു കാര്യം ആര് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞാലും ശരി, ആര് പറഞ്ഞാലും വിഴുങ്ങാതിരിക്കും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാർഗനിർദ്ദേശം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയും. ഏതിലാ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇങ്ങനെയുള്ള ഒരാളാണ്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് താല്പര്യങ്ങള്. അപ്പൊ എനിക്കൊന്ന് ഇതാവാൻ പറ്റിയ നല്ല മേഖലകളോ ചെയ്യാൻ പറ്റിയ പാതകളോ പറയാൻ കഴിയും, 2 ബുക്കുകളോ?
ഈ പറയുന്ന കാര്യങ്ങളിലോ? നിങ്ങൾക്ക് നരവംശശാസ്ത്രം ഭയങ്കര ഇഷ്ടാ? അതെ. ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വേറെ മേഖല ഏതൊക്കെ? ഞാൻ കൂടുതലും പൊളിറ്റിക്സ് ആണ്. പൊളിറ്റിക്സ്, അതായത് നമ്മൾ ഈ പറയുന്ന, അതെ, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിക്കുന്ന സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, എവല്യൂഷൻ ആയാലും ശരി, വളരെ അൺഇമ്പോർട്ടൻ്റ് ആണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന സാധനങ്ങളായാലും ശരി, ഇതെല്ലാം നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ഇപ്പോൾ ഈവൻ മത വിമർശനം പോലും കറങ്ങി തിരിഞ്ഞ് അത് പൊളിറ്റിക്സിൽ വലിയ ഇമ്പാക്റ്റ് ഉള്ള കാര്യമാണത്. അപ്പോൾ അത് നമ്മൾ ആ പൊളിറ്റിക്സിലേക്ക് അത് കണക്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സിസ്റ്റമാറ്റിക് ആക്കാൻ കഴിയില്ല. ഇതിപ്പോൾ ഞാൻ പോയ ഈ സാധനം അവിടെ നിന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോളിസീസിലേക്ക് ഇത് കൊണ്ടുവരണം എന്ന് നമ്മൾ പറയുന്നത്. പൊളിറ്റിക്സ് അതാണ് നമ്മളെ ഏരിയ മെയിനായിട്ട്. നിങ്ങളെ ഈ ആസ്ട്രോണമിയിലൊന്നും വലിയ താല്പര്യമില്ല? അതൊന്നും നമ്മൾ അതിലേക്കൊന്നും അധികം പോകാറില്ല. ഈ സയന്റിഫിക് തിയറീസോ അങ്ങനത്തെ ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കൂടുതലും ഈ നമ്മളുടെ എക്സിസ്റ്റൻസിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പൊളിറ്റിക്സ് ആണ്. അതിലാണ് നമ്മളെ അതെ. ഇപ്പൊ നിങ്ങളിപ്പോ ഈ പറയുന്ന ഇപ്പൊ ആസ്ട്രോണോമി നമ്മൾ എടുക്കുന്നു, നാസ ഫംഗ്ഷൻ ചെയ്യണം അല്ലെങ്കിൽ ISRO ഫംഗ്ഷൻ ചെയ്യണം എന്ന് വിചാരിക്കുക. നമ്മളുടെ ഇവിടുത്തെ പൊളിറ്റിക്സ് അതിന് യോജിക്കുന്ന തരത്തിലുള്ളതല്ല എന്ന് വിചാരിക്കുക. ഒരു ISRO ഉണ്ടാവോ? പാകിസ്ഥാനിൽ നമുക്ക് ഒരു ISRO ഉണ്ടോ? പാകിസ്ഥാനിൽ ISRO ഇല്ല. എന്തുകൊണ്ടാ ഇല്ലാതെ? ബംഗ്ലാദേശിലുണ്ടോ? അഫ്ഗാനിസ്ഥാനിലുണ്ടോ? സയന്റിഫിക് നമ്പർ പൊതുവെ ഇല്ല. കാരണം ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായിട്ടല്ലേ അറിയപ്പെടുന്നത്. അതാ ഞാൻ പറഞ്ഞത്. അതായത് ശാസ്ത്രത്തിന് ഒരു വിരോധാഭ്യാസമായിട്ട് കരുതുന്നത്. അല്ലല്ല, അതായത് ഉപകാരപ്പെടട്ടെ എന്നാൽ ലൈറ്റ് കത്തട്ടെ എന്നുള്ളൊരു കൊണ്ടാ. അതല്ല, അതായത് അവിടെ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ അവിടെ ഉണ്ട്. ഈ പറയുന്ന പാകിസ്ഥാനിലായാലും ഈ പറയുന്ന അഫ്ഗാനിസ്ഥാനിലായാലും എല്ലായിടത്തും ഈ പറയുന്ന നിങ്ങളെപ്പോലെ എന്നെ പോലെയൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. പക്ഷെ അവർക്ക് ആ സംഗതി അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയില്ല, അതിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം എന്താണ്? അവിടുത്തെ ആ പൊളിറ്റിക്സ് അതിനെ നശിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ എന്ത് ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഉള്ള ഒരു സാമൂഹിക സാഹചര്യം കൂടി ഉണ്ടാവണം, സൊസൈറ്റിയും കൂടി ഡെവലപ്പ് ചെയ്യണം. പൊളിറ്റിക്സിലൂടെ നമ്മൾ അടിസ്ഥാനപരമായിട്ട് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന് അവന്റെ ഫ്രീഡം എൻജോയ് ചെയ്ത് വേറെ ആളെ ഫ്രീഡം എൻഡേഞ്ചർ ചെയ്യാതെ സമാധാനമായിട്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യം. അതിന് തടസ്സം നിൽക്കുന്ന എന്ത് സംഗതി ഉണ്ടെങ്കിലും അതിനെ നമ്മൾ നീക്കാൻ ശ്രമിക്കുക. അതിനെ നമ്മൾ പോളിസികളിലൂടെ മാറ്റുക. അതിലേറ്റവും പ്രധാനമാണ് ഡെമോക്രസി എൻഷുർ ചെയ്യണമെന്ന് പറയുന്നത്, സെക്യുലറിസം വേണമെന്ന് പറയുന്നത്, ഈക്വൽ റൈറ്റ്സ് വേണമെന്ന് പറയുന്നത്, ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണമെന്ന് പറയുന്നത്, സിറ്റിസൺഷിപ്പ് ഈക്വൽ ആക്കണം എന്ന് പറയുന്നത്. ഈക്വൽ റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എല്ലാ പൗരനും ഒരേ അവകാശമാണ്. ഞാൻ പക്ഷെ എടുക്കണമെന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങൾക്ക് നാട്ടുള്ളൂ. നമുക്കൊരു പ്രത്യേകതയായിട്ട് ഞാൻ കരുതുന്നുണ്ട്. അങ്ങനെയല്ല, അതായത് നമ്മൾ മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ജീവിക്കുമ്പോൾ ആ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് നമ്മൾ കാര്യം ഡിസൈൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റുള്ള സംഗതികളെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. അതാണ് ഉണ്ടാവുക. മറ്റേത് നമുക്ക് പറയാം, ഐഡിയലി നമുക്ക് പറയാം എല്ലാവരും ഒന്നാണ്, എല്ലാവരെയും നമുക്ക് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ ചില കാര്യങ്ങൾ ഇവോൾവ് ചെയ്യുമ്പോൾ നമ്മൾ ഹ്യൂമൻ സെൻട്രിക് ആയിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പ്രകൃതി സംരക്ഷണം പോലും സാധിക്കില്ല. അതാണ് ഉണ്ടാവുക. ഇപ്പൊ നമ്മൾ പറയുന്നു, ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പല സ്പീഷീസ്, ഇപ്പൊ ആനിമൽ സ്പീഷീസ് നമ്മൾ പറയുന്നത് എന്താണ്? എല്ലാം നമുക്ക് വേണം, എല്ലാം നമ്മളുടെ ഇതിനു വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷെ ഹ്യൂമൻ ഇന്റർവെൻഷന്റെ കാരണം കൊണ്ട് മാത്രം എക്സ്റ്റിങ്ക്റ്റ് ആയി പോകാതിരിക്കുന്ന എത്ര ആനിമൽ സ്പീഷീസ് ഉണ്ടെന്ന് അറിയോ? അതിലും കൂടുതലല്ലേ നമ്മള് കാരണം. എത്ര നമ്മൾ കാരണമാകാതെ പോയത് ഇന്ന് എത്ര നടക്കുന്നുണ്ട്? നമ്മൾ അതിനെ ഫോക്കസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് എത്ര എണ്ണം നമ്മൾ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നു? ഇപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല കുരങ്ങ് വർഗ്ഗങ്ങൾ, പല ആന വർഗ്ഗങ്ങൾ, പല പുലി വർഗ്ഗങ്ങൾ, ഇതെല്ലാം നമ്മൾ ഉണ്ട്. അതിൽപ്പെട്ടുള്ള ചിലതാണ് ഞാൻ പറയുന്നത്. ചില പുലി വർഗ്ഗങ്ങൾ, ചില കുരങ്ങ് വർഗ്ഗങ്ങളെല്ലാം നമ്മൾ അതിനെ സംരക്ഷിച്ച് നമ്മളാണ് അതിനെ പിടിച്ചു നിർത്തുന്നത്. അപ്പോൾ അത് എന്തിനാ നമ്മളത് ചെയ്യുന്നത്? ഇപ്പൊ പ്രകൃതിക്ക് നമ്മൾ വിട്ടുകൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ യൂഷ്വൽ ഔട്ട്കം എന്താണ്? അത് എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാന്നുള്ളതാണ്. അപ്പൊ എക്സ്റ്റിങ്ക്റ്റ് ആയിട്ട് പോവാണോ വേണ്ടത്, അതോ മനസ്സിലാക്കണേ നമ്മളെ തന്നെ നിയന്ത്രിക്കണം എന്നാണ്. കാരണം നമ്മളെ കൈകടത്തൽ കൂടുതലായി, നമ്മളെ കൈകടത്തലല്ല, ഇത് നാച്ചുറൽ ഡ്യൂ കോഴ്സിൽ സംഭവിക്കുന്നതാണ്. മനുഷ്യനൊക്കെ ഇതേപോലെ ഡോമിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എത്ര ജീവജാലങ്ങൾ ഇവിടുന്ന് അപ്രത്യക്ഷമായി പോയിരിക്കുന്നു.
ആണ്. ഇപ്പൊ ഡൈനോസർ പോയി, വലിയ വലിയ എക്സ്റ്റിങ്ഷൻ അങ്ങനെ അതാ പറയുന്നത്. എക്സ്റ്റിങ്ഷൻ, മാസ് എക്സ്റ്റിങ്ഷൻ ഇവന്റ്സ് വിടൂ, അല്ലാതെ തന്നെ പോയിട്ടില്ലേ മനുഷ്യനെ കൂടെ വരുന്നതിന് മുന്നേ? മനുഷ്യന് എന്ത് റോളാണ് ഉണ്ടായിട്ടുള്ളത് അതില്? അപ്പൊ നമ്മൾ അങ്ങനെ ജനറലൈസ് ചെയ്യുന്ന കാര്യമൊന്നുമില്ല. പക്ഷെ ഇന്നിപ്പോ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ മനുഷ്യന് കുറെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയമുള്ള കാര്യവും നമ്മളെ ടെക്നോളജി തന്നെയാണ്. കാരണം ഈ ലോകത്ത് അടിമുടി മാറ്റാൻ നമ്മളെ കൊണ്ട് കഴിയും അല്ലേ? ഈ ടെക്നോളജിയിൽ തന്നെ നമ്മൾ കൂടുതൽ പേടിക്കേണ്ടിയെന്ന് ഞാൻ കരുതണേ. കാരണം ഇപ്പൊ ഒരാളൊരു സ്വിച്ച് ഇട്ടാൽ തന്നെ കാര്യങ്ങൾ മൊത്തം അവതാളത്തിലാവണ കാര്യത്തിൽ എപ്പോ ഉള്ളതല്ലേ? അതിപ്പോ എന്താ ഉണ്ടായെന്ന് പറയട്ടെ. അതായത് ഇപ്പൊ ഈ മുഹമ്മദ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം എന്താണ്? നമ്മളെ ഏറ്റവും കൂടുതൽ പിന്നോട്ടടിക്കുന്ന സാധനം ഭയമാണെന്നല്ലേ പറഞ്ഞത്? അപ്പോ മതത്തിലും മതപരമായിട്ടുണ്ടാക്കുന്ന ഭയം മാറിയിട്ട് ഇന്ന് പുതിയൊരു ഭയമായിട്ട് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അത് പാടില്ല, അത് ശരിയല്ല. അത് നമ്മൾ ശ്രദ്ധിക്കണം. ഭയമല്ല നമുക്ക് വേണ്ടത്. അതിപ്പോ ഈ രീതിയിലുള്ള ഭയവും വേണ്ട. ഓക്കെ, ഇപ്പൊ എന്താ സംഭവിച്ചത്? ഇപ്പൊ ഇതിനെ കുറിച്ചുള്ള ഭയമാണ് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നമ്മളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുക ചെയ്യാം. അപ്പൊ അത് കെയർഫുൾ ആവുക. ഓക്കെ, ഭയം എല്ലാവർക്കും പ്രശ്നമാണ്. അത് എന്ത് ഭയം എന്നുള്ളത് മാത്രമേ പ്രശ്നമുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ പുതിയ ഭയമാണ് വന്നിരിക്കുന്നത്, ടെക്നോളജി ഭയക്കുക, അല്ലെങ്കിൽ മനുഷ്യന്റെ ഇന്റർവെൻഷൻസ് ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട്, അങ്ങനെ ചിന്തിച്ചു പോയി. ഇത് മനുഷ്യന് വട്ടാക്കും, അതിന് നിൽക്കരുത്. ഓക്കെ, ഭയം കോൺസ്പിറസി തിയറികൾ ഒരുപാടുണ്ട്. നമ്മൾ അതിന്റെ പിന്നാലെ പോകരുതെന്നായി പറയുന്നത്. പക്ഷെ ഞാൻ തന്നെ ചോദിക്കണേ, ഇപ്പൊ നമ്മൾ അതിർത്തിയിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടായി കഴിഞ്ഞപ്പോ ഇപ്പൊ ബാക്കി നമ്മളെ അടിപൊളിക്ക് താങ്ങാൻ കഴിയില്ല. അതായിരിക്കും ഇപ്പത്തെ കാര്യം. കാരണം ഇപ്പൊ ടെക്നോളജിക്കലി ഇന്ത്യ ഒരുപാട് അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു അല്ലേ? നമ്മളൊരു അടി താങ്ങാത്ത പോലെ എന്താ അടിക്കുക? വജ്രായത് എടുത്ത് അടിക്കൂ. അപ്പൊ ഓലൊന്ന് വിട്ട ഇന്ത്യ പിന്നെ 10-15 എണ്ണം വിടൂലേ? അതെ, അവരെ അല്ല, നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയാ. അപ്പൊ പാകിസ്ഥാനും ടെക്നോളജിക്ക് ഇപ്പൊ ഉണ്ട്. അതൊരു ലോക രാജ്യങ്ങൾ മൊത്തത്തിൽ ഉൾക്കൊണ്ട് പ്രശ്നമാവില്ലേ? അങ്ങനെ പേടിച്ചോണ്ടിരുന്നാൽ ഒന്നും നടക്കില്ല. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ലോകത്ത് ഉണ്ടായിരുന്ന യുദ്ധങ്ങൾ, നിറഞ്ഞു നിന്നിരുന്ന യുദ്ധങ്ങൾ, അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും യുദ്ധം കുറവുള്ള കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ഇനിയും കുറയേ ചെയ്യൂ. ഡോണ്ട് വറി. ഓക്കെ, ശരി. അപ്പൊ ഓക്കെ, വിളിച്ചാലും സന്തോഷം. താങ്ക് യു. ഓക്കെ, ഭയം റിപ്ലേസ് ചെയ്തു, അതാണ് ഉണ്ടായത്. ഒരു ഭയത്തിന് പകരം വേറൊരു ഭയം, അതും പ്രശ്നമാണ്. ബി കെയർഫുൾ. ഓക്കെ, നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.